യോഹന്നാനേക്കാൾ അധികം ആളുകളെ യേശു ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആര് കേട്ടതായി ഈശോ അറിഞ്ഞത്? ഫരിസേയർ. ആരെ മാത്രമാണ് ഈശോ സ്നാനപ്പെടുത്തിയത്? ശിഷ്യന്മാരെ. യൂദയ വിട്ട് ഗലീലയിലേക്ക് പുറപ്പെട്ട ഈശോയ്ക്ക് ഏത് പട്ടണത്തിലൂടെയാണ് കടന്നു പോകേണ്ടിയിരുന്നതെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത്? സമറിയ. ആരുടെ വയലിനടുത്താണ് സിക്കാർ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്? യാക്കോബിന്റെ മകൻ യോസേഫിനു നൽകിയ വയലിനടുത്ത്. യാക്കോബിന്റെ കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? സിക്കാർ. യാക്കോബിന്റെ കിണറിൽ വെള്ളം കോരാൻ വന്ന സ്ത്രീ ഏതു ദേശക്കാരിയായിരുന്നു? സമറിയക്കാരി. രക്ഷ ആരിൽ നിന്നാണ് എന്നാണ് ഈശോ പറഞ്ഞത്? യഹൂദരിൽ നിന്ന്. ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെ ആരാധിക്കണം എന്നാണ് പറയുന്നത്? ആത്മാവിലും സത്യത്തിലും. 4:24 വാക്യം. എന്താണ് ഈശോയുടെ ഭക്ഷണമെന്നാണ് ഈശോ പറഞ്ഞത്? എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം. എവിടുത്തെ രാജസേവകന്റെ പുത്രനെയാണ് ഈശോ സുഖപ്പെടുത്തിയത്? കഫർന്നഹൂമിലെ. യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമെന്ത്? രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തിയത്. ഏതു മണിക്കൂറിലാണ് രാജസേവകന്റെ മകന്റെ പനി വിട്ടുപോയത്? 7-ാം മണിക്കൂറിൽ. യഹൂദരുടെ തിരുനാളിന് യേശു എവിടേക്കാണ് പോയത്? ജെറുസലേമിലേക്ക്. ജെറുസലേമിൽ രാജകവാടത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കുളത്തിന്റെ പേരെന്ത്? ബെത്സിദ. ബെത്സിദ എന്ന കുളത്തിന് എത്ര മണ്ഡപങ്ങളുണ്ട്? 5 മണ്ഡപങ്ങൾ. ബെത്സദ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നാണ് വന്നത്? ഹെബ്രായ ഭാഷ. 38 വർഷമായി രോഗിയായിരുന്ന തളർവാത രോഗിയോട് ഈശോ ആദ്യം എന്താണ് ചോദിച്ചത്? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്തുകൊണ്ടാണ് യഹൂദർ ഈശോയെ ദ്വേഷിച്ചത്? ശബ്ബത്തിൽ രോഗസൗഖ്യം നൽകിയതുകൊണ്ട്. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് എപ്പോഴും ഉത്തരം പ്രവർത്തനനിരതനാണ്. ശിക്ഷാവിധി ഉണ്ടാകാതിരിക്കേണ്ടതിന് ഒരുവൻ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെന്തെല്ലാം? കർത്താവിന്റെ വചനം കേൾക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഈ ഭൂമിയിൽ നന്മ ചെയ്തു ജീവിക്കുന്നവർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നതെന്ത്? ജീവന്റെ ഉയിർപ്പിനായി പുറത്തുവരും. ഞാൻ എപ്രകാരം വന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാണ് ഈശോ പറഞ്ഞത്. പിതാവിന്റെ നാമത്തിൽ വന്നിട്ടും. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എന്ന് യേശു പറഞ്ഞത്? ഉത്തരം, അവിടുന്ന് അയച്ചവനെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട്. ഗലീലക്കടലിന്റെ മറ്റൊരു പേരെന്ത്? തിബേരിയാസ്. യേശു രോഗികളിൽ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് യേശുവിനെ അനുഗമിച്ചതാര്? ഒരു വലിയ ജനക്കൂട്ടം. എന്തിനാണ് യേശു ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്നും അപ്പം വാങ്ങുമെന്ന് ചോദിച്ചത്? ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ. 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ എത്രയും പേർക്ക് അതെന്തുണ്ട്? ആര് ആരോട് പറഞ്ഞു? അന്ത്രയോസ് യേശുവിനോട്. ആളുകളെ ഭക്ഷണത്തിന് ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 5000-ഓളം പുരുഷന്മാർ. വിതരണം ചെയ്യാൻ നൽകുന്നതിന് മുമ്പ് ഈശോ അപ്പം എടുത്ത് എന്താണ് ചെയ്തത്? കൃതജ്ഞതാസ്തോത്രം. 5 ബാർലിയപ്പത്തിൽ നിന്നും മിച്ചം വന്ന കഷണങ്ങൾ ശിഷ്യന്മാർ എത്ര കുട്ട നിറയെ ശേഖരിച്ചു? 12 കുട്ട നിറയെ. എന്ത് കണ്ടിട്ടാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണെന്ന് ജനങ്ങൾ പറഞ്ഞത്? അവൻ പ്രവർത്തിച്ച അടയാളം കണ്ടിട്ട്. 5 ബാർലിയപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ യേശു തൃപ്തരാക്കിയത് എവിടെ വെച്ചാണ്? തിബേരിയാസ് എന്ന ഗലീലക്കടലിന്റെ കരയിൽ. ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നത് കണ്ട ജനങ്ങൾ എന്താണ് പറഞ്ഞത്? ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. 25-30 സ്താദിയോൻ എത്ര കിലോമീറ്ററാണ്? 5-6 കിലോമീറ്റർ.
എന്തറിഞ്ഞിട്ടാണ് യേശു പിന്നെയും തനിച്ച് മലമുകളിലേക്ക് പിന്മാറിയത്? തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ജനങ്ങൾ ഭാവിക്കുന്നു എന്നറിഞ്ഞിട്ട്. ശിഷ്യന്മാർ എത്രദൂരം വള്ളത്തിൽ സഞ്ചരിച്ചതിന് ശേഷമാണ് യേശു കടലിന് മീതെ നടന്നു അവരെ സമീപിച്ചത്? 25-30 സ്താദിയോൻ. തിബേരിയാസ് കടൽക്കരയിൽ യേശുവും ശിഷ്യന്മാരും ഇല്ല എന്ന് കണ്ട ജനക്കൂട്ടം യേശുവിനെ തിരഞ്ഞു പോയത് എവിടെയാണ്? കഫർനാമിലേക്ക്. പിതാവായ ദൈവം അംഗീകാരമുദ്ര വച്ചിരിക്കുന്നത് ആരെ? പുത്രനെ. നിത്യജീവന്റെ അനശ്വരമായി അപ്പം തരുന്നത് ആര്? മനുഷ്യപുത്രൻ. ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി എന്താണെന്നാണ് യേശു പറയുന്നത്? ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് എന്താണ്? ദൈവത്തിൻ്റെ അപ്പം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞത് ആര്? യേശു. ഞാനാണ് ജീവന്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. അധ്യായവും വാക്യവും ഏത്? യോഹന്നാൻ 6:35. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനാണെന്നാണ് ഈശോ പറഞ്ഞത്? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് യേശു പറഞ്ഞതിനാൽ യേശുവിനെതിരെ പിറുപിറുത്തത് ആര്? യഹൂദന്മാർ. എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എവിടെ? പ്രവാചക ഗ്രന്ഥങ്ങളിൽ. ആരിൽ നിന്നുള്ളവൻ മാത്രമാണ് പിതാവിനെ കണ്ടിട്ടുള്ളൂ എന്ന് ഈശോ പറഞ്ഞത്? ദൈവത്തിൽ നിന്നുള്ളവൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് ഉണ്ട്, നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. അധ്യായവും വാക്യവും എഴുതുക. യോഹന്നാൻ 6:48. ഞാൻ നൽകുന്ന അപ്പം എന്താണെന്നാണ് യേശു പറഞ്ഞത്? എൻ്റെ ശരീരം. സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് യേശു പഠിപ്പിച്ചത് എവിടെ വെച്ചാണ്? കഫർനാമിലെ സിനഗോഗിൽ. ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? പറഞ്ഞതാര്? ശിഷ്യന്മാർ. ജീവൻ നൽകുന്നത് എന്താണ്? ആത്മാവ്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട് എന്ന് യേശുവിനോട് പറഞ്ഞതാര്? ശിമോൻ പത്രോസ്. യേശുവിനെ ഒറ്റിക്കൊടുത്തതാര്? യൂദാസ് കറിയാത്ത. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 71. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഏത് പ്രവാചക ഗ്രന്ഥത്തിലാണ് ഈ പരാമർശമുള്ളത്? യെശയ്യാ 54:13. എന്തുകൊണ്ടാണ് യൂദയായിൽ സഞ്ചരിക്കാൻ ഈശോ ഇഷ്ടപ്പെടാതിരുന്നത്? യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം കാത്തിരുന്നതുകൊണ്ട്. യൂദയായിലൂടെ പോകുന്നതിന് പകരം യേശു എവിടെയാണ് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്? ഗലീലയിൽ. നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോകുക എന്ന് യേശുവിനോട് പറഞ്ഞതാര്? യേശുവിൻ്റെ സഹോദരന്മാർ. ലോകം എന്തുകൊണ്ടാണ് ഈശോയെ വെറുക്കുന്നത്? ലോകത്തിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ. നിങ്ങൾ തിരുനാളിന് പൊയ്ക്കൊള്ളുവിൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല, എന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. യേശു ആരോട് പറഞ്ഞു? ശിഷ്യന്മാരോട്. ഏതു തിരുനാളിനാണ് യേശു രഹസ്യത്തിൽ പോയത്? കൂടാര തിരുനാളിന്. യേശുവിനെക്കുറിച്ച് ആളുകൾ രഹസ്യമായി എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? നല്ല മനുഷ്യനാണ്, ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു. ആരെ ഭയന്നാണ് ആരും യേശുവിനെക്കുറിച്ച് പരസ്യമായി ഒന്നും സംസാരിക്കാത്തത്? യഹൂദരെ. നിന്നിൽ പിശാചുണ്ട് എന്ന് യേശുവിനോട് പറഞ്ഞതാര്? ജനങ്ങൾ. ഈശോ ക്രിസ്തുവാണോ എന്ന് സംശയിക്കാൻ കാരണമായിട്ട് പറയുന്നത് എന്താണ്? ഈശോ എവിടെ നിന്ന് വരുന്നു എന്ന് ജനങ്ങൾക്കറിയാം, എന്നാൽ ക്രിസ്തു എവിടെ നിന്ന് വരുന്നുവെന്ന് ആരും അറിയില്ല. യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചത് ആരെല്ലാം? പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും. ആരുടെ ഹൃദയത്തിൽ നിന്നാണ്? വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നത്? ഈശോയിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും.
തിരുനാളിൻ്റെ എത്രാമത്തെ ദിവസമാണ് യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി സംസാരിച്ചത്? അവസാനത്തെ മഹാദിനത്തിൽ. യേശുവിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ഗീതം പ്രസ്താവിക്കുന്നത് പോലെ എന്ത് ഒഴുകുമെന്നാണ് യേശു പറഞ്ഞത്. ജീവജലത്തിൻ്റെ അരുവികൾ. നിയമം അറിഞ്ഞുകൂടാത്ത ഈ ഡാഷ് ശപിക്കപ്പെട്ടതാണ്. ഉത്തരം: ജനക്കൂട്ടം. നിങ്ങളും വഞ്ചിതരായോ? അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. ആരോട് പറഞ്ഞു? ഫരിസേയർ സേവകന്മാരോട്. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവനെന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? യേശുവിനെക്കുറിച്ച് ഫരിസേയരോട് ആരാണ് ഇത് പറഞ്ഞത്? നിക്കോദേമോസ്. നീയും ഗലീലയിൽ നിന്നാണോ? ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല. ആരോട് പറഞ്ഞു? ഫരിസേയർ നിക്കോദേമോസിനോട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 53.